ഇത് ജേക്കബ് കൊട്ടാരത്തുംകുഴിയുടെ ഭവനം. ഒരെഴുത്തുകാരനും സഭാസ്നേഹിയുമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അൽഫോൻസ അനുഭവങ്ങൾ ശ്രദ്ധേയമാണ്. അച്ചായന് അൽഫോൻസാമ്മയായിട്ടുള്ള ബന്ധം എങ്ങനാ? അമ്മയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഞാൻ 5 വർഷം ഭരണങ്ങാനം ക്ലാരമഠത്തിന് തൊട്ടടുത്തുള്ള ഭരണങ്ങാനം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇന്നത്. അന്ന് ഹൈസ്കൂളായിരുന്നു. അവിടെ 5 കൊല്ലം പഠിച്ചിട്ടും അൽഫോൻസാമ്മയെ പറ്റി പിന്നെ അൽഫോൻസാമ്മയെ കണ്ടിട്ടില്ല, ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അൽഫോൻസാമ്മയെക്കുറിച്ച് ഇച്ചായൻ അറിഞ്ഞത്? ഈ 1946 പിന്നെ ജൂലൈ 29-ാം തീയതി അൽഫോൻസാമ്മയുടെ സംസ്കാര ദിവസമാണ്. അന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയ വഴി എൻ്റെ പിതൃ സഹോദരൻ ഫാദർ കുരുവിള കൊട്ടാരത്തുംകുഴി എന്നോട് പറഞ്ഞു, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ നമ്മുടെ ഇവിടുത്തെ ക്ലാരമഠത്തിലെ രോഗിയായിരുന്ന ആ കൊച്ചു സിസ്റ്റർ മരിച്ചു. അൽഫോൻസാമ്മയെന്നാ പേര്. അടക്കിന് പോവുക. മോൻ നന്നായി പഠിക്കണം കേട്ടോ. 1946 ജൂലൈ 29-ാം തീയതി പിന്നെ രാവിലെ 9 മണിക്കാണ് അൽഫോൻസാമ്മയുടെ മഹാത്മ്യം ഞാൻ എൻ്റെ പിതൃ സഹോദരൻ അച്ഛൻ പറഞ്ഞാണ് ഞാൻ ആദ്യം അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലോട്ട് പോയി. ഏകദേശം ഒരു 11 മണിയായപ്പം ഈ വലിയ പള്ളിയിൽ നിന്ന് ഈ ഇപ്പോഴത്തെ ശിംതേരി കപ്പളയ്ക്കലോട്ട് അൽഫോൻസ ചാപ്പലിലോട്ട് ഈ ശവമഞ്ചം പോവുക വിലാപയാത്രയായിട്ട്. ഏകദേശം ഒരു 50 പേരുണ്ട്. ആ വിലാപയാത്രയെ ഞാനും വേറെ 3-4 സഹവിദ്യാർത്ഥികളും കൂടി ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഉടനെ അധ്യാപകൻ അത് പിടിച്ചില്ല. അൽഫോൻസാമ്മയുടെ കാണുന്നത് കത്തറി കുരിശെടുത്തു. കുരിശെടുക്കുക. പിന്നെ കുഞ്ഞെന്ന കുടയെടുത്തു അങ്ങേപ്പുറത്ത് നിന്ന്. ഞാൻ ഇങ്ങേപ്പുറത്ത് മുഖത്ത് വശത്ത് ഞാനും കുടയെടുത്തു. ഞാനൊരു കുടയെടുത്തിട്ട് ഒരു കൈ നിൽക്കുന്നില്ല. എനിക്ക് അൽഫോൻസാമ്മയുടെ പെട്ടിയിടന്ന് പിടിക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ ഈ പെട്ടി എൻ്റെ കൈയും കുടയും കൂടെ ചേർത്ത് ഞാൻ പെട്ടിയെ പിടിച്ചു. അൽഫോൻസാമ്മയുടെ ശവസംസ്കാര വേളയിൽ ഫാദർ റോമുളൂസ് ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആകയാൽ പരേതയുടെ വത്സല പിതാവേ, ദുഃഖിക്കേണ്ട. ഈ പുണ്യാത്മാവിൻ്റെ പിതൃത്വം ലഭിച്ചതിൽ ആനന്ദിക്കുക. ഒരു പുണ്യകന്യകയുടെ സഹോദരിയാകാൻ ഭാഗ്യം ലഭിച്ചവളെ കരയണ്ട, സന്തോഷിക്കുക. കന്യകാലയ സഹോദരികളെ, കണ്ണുനീർ ചൊരിയണ്ട. ഈ വീരകന്യകയോടുകൂടെ വസിക്കുന്നതിനും ഇവളെ പരിചരിക്കുന്നതിനും ഭാഗ്യം ലഭിച്ചതിൽ ആഹ്ലാദിക്കുക. ഇവൾ വസിച്ച കന്യകാമഠം ഭാഗ്യപ്പെട്ടത്. ഇവളുടെ പൂജ്യ ശരീരം അടക്കം ചെയ്യപ്പെടുന്ന ഈ ഭരണങ്ങാനം ഗ്രാമം ഭാഗ്യപ്പെട്ടത്. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ ഭരണങ്ങാനം ഭാരതത്തിൻ്റെ ലിസ്യുവായി പരിണമിക്കും. കേരളത്തിൻ്റെ എന്നല്ല, ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഇവളുടെ നിർമ്മല ശരീരം ഉൾക്കൊള്ളുന്ന കുഴിമാടം സന്ദർശിക്കും. ഭാരതത്തിലെ മെത്രാന്മാരെന്നല്ല, ദൈവം തിരുമനസ്സാകുന്ന പക്ഷം കർദിനാളന്മാർ തന്നെ ഇന്ന് അജ്ഞാതയായ ഈ കന്യകയുടെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിക്കും. അൽഫോൻസാമ്മയുടെ ആത്മീയ ഗുരുവായ റോമുളൂസ് അച്ഛൻ്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. അൽഫോൻസാമ്മ വിശുദ്ധയായി. ഭരണങ്ങാനം ഭാരതത്തിൻ്റെ ലിസ്യുവായി.
അന്ന് അതുവരെയും ഈ സിസ്റ്റേഴ്സിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാറില്ല, ഈ മരണത്തിൻ്റെയൊക്കെ. അന്ന് ഈ തോമസ് സാറ്, തകിടിയേൽ തോമസ് സാറാണ് അവിടുത്തെ ഏറ്റവും വലിയ പിന്നെ ഫോട്ടോഗ്രാഫർ. അത് ഭരണജ്ഞാനംകാരനാണ്, പാലായിലാണ് ഫോട്ടോ സ്റ്റുഡിയോ. അദ്ദേഹം ഓടി കതിച്ച് വന്നപ്പോഴത്തേന് ഇത് പിന്നെ അങ്ങോട്ടുള്ള പ്രദക്ഷിണം തുടങ്ങാൻ പോകുന്നു. അങ്ങനെ വള്ളിയാടി ആനവാദത്തിൽ വെച്ച് സിസ്റ്റേഴ്സ് മാത്രം നിന്ന്, അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ സിസ്റ്റേഴ്സും അപ്പനും ജ്യേഷ്ഠത്തിയുടെ ഒരു മകളും പിന്നെ 1-2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവർ മാത്രം ഇന്ന് ഒരു ഫോട്ടോ എടുത്തു. വടക്കലച്ചനാണ് അതിൽ പണം മുടക്കിയതെങ്കിലും അച്ഛൻ പോലും നിന്നിട്ടില്ല, പ്രസംഗിച്ച അച്ഛൻ നിന്നിട്ടില്ല. അപ്പം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടക്കാൻ തുടങ്ങിയപ്പോഴത്തേന് സിസ്റ്റേഴ്സ് ഓരോരുത്തരായിട്ട് പോയി ഈ മഞ്ചത്തെ അൽഫോൻസാമ്മയെ കുത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിയുമ്പം, സിസ്റ്റേഴ്സിൻ്റെ ഊഴം കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് മുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ സിസ്റ്റേഴ്സ് എത്തി കഴിയുമ്പം പറ്റി അടച്ചു. മക്കളെ, അൽഫോൻസാമയെ എവിടെയാ അടക്കിയത്? ദേ ഇതിനകത്താ. അന്നക്കുട്ടി